3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണേ. കേരളത്തിലെ ഏറ്റവും നല്ല ഓട്ടക്കാരുള്ള ജില്ല ഏതാണ്? നിങ്ങളുടെ ജില്ലയിലാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് വേണ്ടി എഴുതിക്കണേ. ഇത് ഞാൻ ചോദിക്കുന്നതിൻ്റെ കാരണമുണ്ട്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റേഞ്ച് നൽകുന്ന ഇലക്ട്രിക് ഓട്ടോ ഏതാണ്? ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്പേസ് ഉള്ള ഇലക്ട്രിക് ഓട്ടോ ഏതാണ്? അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ നമ്മൾ പരക്കെ കേട്ടുള്ള കാലിക്കറ്റിലാണ് ഏറ്റവും നല്ല ഓട്ടോക്കാരെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അതിന് തർക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ പറയാം. ഓക്കെ, എല്ലാ സ്ഥലങ്ങളിലും നല്ല ആൾക്കാരും ഉണ്ട്, മോശം ആൾക്കാരുണ്ട്. എന്നാലും പൊതുവേ കാലിക്കറ്റുള്ള ഓട്ടോക്കാർ എപ്പോഴും നല്ല ഓട്ടോക്കാരാണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബജാജ് അവരുടെ ഏറ്റവും പുതിയ വീഗോ P9018 എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഇലക്ട്രിക് ഓട്ടോ ലോഞ്ച് ചെയ്ത് കാലിക്കറ്റിൻ്റെ മണ്ണിൽ വെച്ചാണ്. അപ്പോൾ നമ്മളിന്ന് കാലിക്കറ്റാണുള്ളത്, താജ് ഗേറ്റ് വേ ഹോട്ടലിൽ വെച്ചിട്ടാണ് ഈ ഫംഗ്ഷൻ നടന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ബജാജിൻ്റെ ഏറ്റവും പുതിയ വീഗോ P9018 എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിലവിലുള്ളതിൽ ഏറ്റവും കൂടുതൽ റേഞ്ച് ഓഫർ ചെയ്യുന്ന ഇലക്ട്രിക് ഓട്ടോയാണ്. ഇതിന് ഒരു ചാർജിൽ 296 കിലോമീറ്ററാണ് ഇവർ റേഞ്ച് വരുന്നത്. റിയൽ ലൈഫിലേക്ക് വരുമ്പം 200+ അല്ലെങ്കിൽ 250+ ആണ് ഇത് നമുക്ക് റേഞ്ച് അഷ്യൂർഡായിട്ട് നമുക്ക് കിട്ടുമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് നിലവിൽ ഇന്ത്യയിൽ ഓടുന്ന ഓട്ടോകളിൽ ഏറ്റവും വലിയ ബാറ്ററി പാക്കാണ്. 17.7 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് ഈ വാഹനത്തിനകത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര റേഞ്ച് കിട്ടുന്നത്. അതുമാത്രമല്ല, ഇതിനകത്ത് ഏറ്റവും പുതിയ BMSൻ്റെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള സിസ്റ്റവും, അതുപോലെ നമുക്ക് ബ്രേക്ക് പിടിക്കുമ്പം ബാറ്ററിയിലേക്ക് തിരിച്ച് ചാർജ് ചെയ്യുന്ന റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം ഒക്കെ എല്ലാം ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ഈ വാഹനത്തിനകത്ത് ഘടിപ്പിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു റേഞ്ച് നമുക്ക് ഈ വാഹനത്തിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. ഇത് കൂടാതെ ഒട്ടനവധിയായിട്ടുള്ള വിശേഷങ്ങളും ഈ വാഹനത്തിനകത്തുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഡിസൈനും കൂടെ നമുക്ക് അതിൻ്റെ ഒരു കൂട്ടത്തിൽ നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് നിലവിൽ നമുക്ക് ഒരു ഗോഗോയുടെ മോഡൽ അവിടെ ഉണ്ട്. 7012 എന്നൊരു മോഡൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന മോഡലാണ്. ഇതിന് മെയിനായിട്ട് ഇതിൻ്റെ ഫേസിലെ വ്യത്യാസങ്ങളൊക്കെയാണ്. ന്യൂ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഫേസാണ് വന്നിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കുറച്ചുകൂടെ ഒരു ബൾക്കി ആയിട്ടുള്ള ഒരു ഫേസാണ് ഈ വാഹനത്തിനകത്തുള്ളത്. അടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ LED ഹെഡ് ലാംപ്സ് ഒക്കെയാണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. അത് വളരെ ബ്രൈറ്റ് ആയിട്ട് വരുന്ന ലാംപ്സാണ്. അതുപോലെ ഇതുപോലെ LED ആയിട്ട് വരുന്ന ഇൻഡിക്കേറ്റേഴ്സും ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പുതിയ ബാഡ്ജും. കണ്ടാൽ മറ്റേ ഗോഗോ പോലെ തന്നെയാണ് വീഗോ എന്ന് എഴുതിയിരിക്കുന്നത്. ബജാജ് വീഗോ ഇവിടെ നമുക്ക് റൈറ്റിംഗ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫുള്ളി മെറ്റലായിട്ട് വരുന്ന ഒരു ബോഡിയാണ് ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഹെലിക്കൽ സ്പ്രിങ്ങുകൾ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്തേക്ക് 12 ഇഞ്ചിൻ്റെ ടയർ സൈസാണ് വരുന്നത്. ടയർസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വീൽ കപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ബ്യൂട്ടിഫുൾ ആക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് കേരളം പോലൊരു സംസ്ഥാനത്തിൽ എപ്പോഴും മഴ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ സേഫ് ആണെന്ന് ചോദിക്കുന്നൊരു കാലഘട്ടമുണ്ട്. പക്ഷേ ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ സമയത്ത് IP67 റേറ്റിംഗ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു 180 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും അതോടൊപ്പം തന്നെ ഒരു 300 മില്ലിമീറ്റർ വാട്ടർ വേഡിങ് കപ്പാസിറ്റിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇലക്ട്രിക് ഓട്ടോയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇത് കയറ്റം കയറുമ്പോൾ കയറ്റം വലിക്കുമോ എന്നൊക്കെയുള്ളതാണ്, ലോഡ് എടുക്കുമോ എന്നുള്ളതാണ്. ഈ വാഹനം